സിനഗോഗിന്റെ അധികാരിയാണ് യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. നിശ്ചയമായും ഈ സിനഗോഗിന്റെ അധികാരി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാകും അദ്ദേഹം ഒരു ഒന്നാന്തര യഹൂദനാണ്. യഹൂദര് ആരും തന്നെ ഈശോയെ അംഗീകരിച്ചിട്ടില്ല. അവരുടെ അനുഷ്ഠാനങ്ങൾക്കും ജീവിത ശൈലികൾക്കും പലപ്പോഴും എതിരായി സംസാരിക്കാൻ പറ്റും. ആ ഒരു പശ്ചാത്തലത്തിൽ സിനഗോഗിന്റെ അധികാരി യേശുവിൻ്റെ അടുത്ത് വന്ന് കർത്താവിൻ്റെ സഹായം ചോദിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ അടുത്ത് വരുന്ന ആ സ്ത്രീയെ പറ്റിയും പ്രത്യേകതയുണ്ട്. യഹൂദ ആചാര നിയമം അനുസരിച്ച് രക്തസ്രാവമുള്ള സ്ത്രീ അശുദ്ധയാണ്. അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിയമം അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് മതാനുഷ്ഠാനങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. എന്നിട്ടും ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ആ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വരുന്നത്. രണ്ടുപേരും ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന്റെ ആശ്രയമായിരിക്കുന്നത്. രണ്ടാമത്തെ സുവർണദോസിൽ 2635 പത്രാനാണ് പങ്കെടുത്തത്. ലോകത്തുള്ള മുഴുവൻ കത്തോലിക്ക പത്രാന്മാരും പങ്കെടുത്ത 3.5 വർഷം തുടർച്ചയായി നീണ്ടുന്ന ആ മഹാസമ്മേളനത്തിന്റെ അവസാനത്തിൽ ഈ പത്രാന്മാരെല്ലാവരും കൂടെ ഐക്യകെട്ടിയെ പറഞ്ഞ കാര്യം മനുഷ്യ ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദു യേശുവാണ്. എല്ലാ ഹൃദയങ്ങളുടെയും അഭിലാഷ പൂർത്തിയും യേശുക്രിസ്തു തന്നെ. എല്ലാ മതങ്ങളെയും തുറന്ന മനസ്സോടെ നിരീക്ഷിച്ച ഒരു സുവർണദോസാണ്. ലോകമതങ്ങളിലെല്ലാം നന്മയും സത്യവും ഉണ്ടെന്നും ആ സത്യവും നന്മയും നമ്മൾ അംഗീകരിക്കണമെന്നും ഉദ്ഘോഷിച്ച ആ സുവർണദോസ് അതോടൊപ്പം തന്നെ പറയുകയാണ്, ജാതി മത വ്യത്യാസമില്ലാതെ സകല മനുഷ്യരുടെയും ഏക ആശ്രയ കേന്ദ്രം ഈശോ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളിത് ശരിയായി വ്യക്തതയോടെ ബോധ്യപ്പെടുന്ന കാര്യമുണ്ട്. എല്ലാ മതങ്ങളും നന്മയാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യരെ ദൈവത്തിലേക്ക് നന്മയിലേക്ക് നയിക്കാൻ സഹായകരമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ മനുഷ്യ രക്ഷിക്കുവാനായി യേശുക്രിസ്തു അല്ലാതെ ആരുമില്ല. അതാണ് പത്രോസിയാന്റെ 5 പുസ്തകങ്ങൾ വായിക്കാൻ പറ്റാം. ഒന്നാമത്തെ പുസ്തകം പെന്തക്കോസ്താ നാളിൽ അവിടെ പ്രകടമായ അസാധാരണമായ ആത്മീയ അഭിഷേകമാണ്. സിദ്ധുവൻ മാളികയിലിരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയുന്നു, സർവരും വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, കേൾവിക്കാരെല്ലാം അത്ഭുതപ്പെടുന്നു. ആ സമയത്ത് പത്രോസ് ആ സംഭവത്തെ ശരിയായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചത് 2-ാമധ്യായത്തിന്റെ 23-ാം പത്രോസ് പറയാണ്, ദൈവത്തിന്റെ സുരക്ഷിതമായ പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ നിയമരഹിതരുടെ കൈകളാൽ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മരണത്തിന്റെ യാതനകളിൽ നിന്ന് വിമുക്തരാക്കി ഉയർപ്പിച്ചു. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു.
ഞങ്ങളെല്ലാവരും ഇതിന് സാക്ഷികളാണ്. പത്രോസ് യേശുവാണ്, യേശുവിൻ്റെ ഉദ്ധാരത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന സംഭവവികാസങ്ങൾ. ഒരു മദ്യപിച്ച് ലഹരി പിടിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് എന്നൊരു ദുർവ്യാഖ്യാനം ഉണ്ടായി. അതിനെ തിരുത്തിക്കൊണ്ട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി. അതാണ് കാണുന്നത്. പത്രോസിന്റെ ഒന്നാമത്തെ പ്രശ്നത്തിന്റെ വിഷയം എന്താണ്? യേശു ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും കർത്താവ്. ഈ രണ്ടാമത്തെ പത്രോസിന്റെ പ്രസംഗത്തിന്റെ പശ്ചാത്തലം ദിവസം ദേവാലയത്തിന്റെ കവാടത്തിൽ കിടന്നിരുന്ന ഒരു ജന്മനാ മുടത്തനെ പത്രോസ് എഴുന്നേൽപ്പിച്ചുള്ളതാണ്. അപ്പോൾ പത്രോസ് ഈ ആൾ എഴുന്നേൽപ്പിച്ചപ്പോൾ അവിടെ ഉള്ളവരെല്ലാം അറിഞ്ഞു. അതെല്ലാം ചുറ്റും കൊടുത്തിട്ടില്ല. എല്ലാവരും പത്രോസ് എന്തോ ഒരു മാജിക് കാണിച്ചു എന്ന മട്ടിൽ എല്ലാവരും പത്രോസിനെ വിട്ടുനോക്കുകയാണ്. ആ സമയത്ത് പത്രോസ് എന്ന പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, പത്രോസ് ഞങ്ങൾ പറഞ്ഞു, ഇസ്രായേലരെ നിങ്ങൾ എന്തിന് ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവനെ നടത്തി എന്നവർക്ക് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്ന എന്തിനാണ്? അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു വരുന്നു. അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിരുന്ന പീലാത്തോസിന് മുമ്പിൽ നിങ്ങൾ അവനെ നിഷേധിക്കുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിഷേധിച്ചു. കൊലപാതകിയായ മനുഷ്യനെ നിങ്ങൾക്ക് വേണ്ടി വിട്ടുകിട്ടാൻ നിങ്ങൾ അപേക്ഷിക്കുകയും ചെയ്തു. ജീവന്റെ അതിനാലെ നിങ്ങൾ വധിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ്, അവന്റെ നാമം തന്നെയാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവനെ ബലപ്പെടുത്തിയത്. പത്രോസിന്റെ രണ്ടാമത്തെ പ്രസംഗവും യേശു ക്രിസ്തു കർത്താവും ദൈവവുമാണെന്ന് തന്നെയാണ്. ഇനി മൂന്നാമത്തെ പ്രസംഗം, ഈ സംഭവം ജനങ്ങൾ അറിഞ്ഞു. അവരോട് പത്രോസ് ഇങ്ങനെ പറയും. അതിനുശേഷം പ്രധാന പുരോഹിതന്മാർ ഈ വാർത്ത കേട്ടു. യൂതന്മാരുടെ സുപ്രീം കൗൺസിലിന്റെ പേരാണ് സംഘടന സംഘം. ഉടനെ അവർ ഒരുമിച്ച് പോയി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമ്മളെല്ലാം തല്ലിപ്പോൾ യേശുവിനെ കുറിച്ച് കൂടിയതല്ലേ, ഇത് അവൻ പേരുന്ന ആൾക്കാരെ അംഗീകരിക്കാം, നമുക്ക് പ്രശ്നമാണല്ലോ എന്ന് കരുതി അവരെല്ലാം ഒരുമിച്ച് കൂടി പത്രോസിനെയും ഈ കൂട്ടരെയും ആ സംഘത്തിൽ അവരുടെ സുപ്രീം കൗൺസിൽ കൊണ്ടത് ചോദിക്കുകയാണ്. പിറ്റേ ദിവസം ഭരണാധിപന്മാരും ശ്രേഷ്ഠന്മാരും നിയമത്തിനും ജെറുസലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതനായ അന്നാസ്, കയ്യാഫാസ്, യോഹന്നാൻ, അലക്സാണ്ടർ എന്നിവരും പ്രധാന പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നു. അവരെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഏത് ശക്തിയാലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? ജന്മന മുടന്തനെ ഒറ്റ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ചത്. ഏത് ശക്തിയാലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അല്ലെങ്കിൽ ഏത് നാമത്തിൽ? അപ്പോൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് പത്രോസ് പറഞ്ഞു, ഭരണാധിപന്മാരെ, ശ്രേഷ്ഠന്മാരെ, രോഗിയായ ഒരു മനുഷ്യന് ഞങ്ങൾ ചെയ്ത സൽപ്രവൃത്തിയെ കുറിച്ചാണ്, എന്തിനാൽ ഇവൻ സുഖപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും നിസ്സാജനം മുഴുവൻ അറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ദൂഷിച്ചവനും മറ്റുള്ളവരും ദൈവം ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തു എന്ന നാമത്തിലാണ്, അതിൽ തന്നെയാണ് ഇവൻ ആരോഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ നാമവും. മൂന്നാമത്തെ പ്രശ്നം നിലനിൽക്കുകയാണ്, യേശുവാണ് എല്ലാവരും രക്ഷകന്മാർ. ഇതിനുശേഷം നാലാമത്തെ പ്രശ്നത്തിന്റെ പശ്ചാത്തലം പത്രോസിന്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും ശുശ്രൂഷ വഴി വളരെ അത്ഭുതങ്ങൾ വരാൻ. അതിലൊന്ന്, പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന് നിഴലിയൽ വീഴുന്ന ഒരു ശുശ്രൂഷ. ഇത് കണ്ടവരുടെ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും സഹിക്കാൻ പറ്റാതെ അതേപറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് 5-ാമത്തെ 17-ാം വാക്യത്തിൽ. എന്നാൽ മഹാപുരോഹിതനും അവരോട് ചേർന്ന് നിന്ന് സദുക്കായനും അസൂയ നിറഞ്ഞ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. അത് രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിലുകൾ തുറന്ന്
അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഈ ജീവന്റെ വചനത്തെ കുറിച്ച് പഠിപ്പിക്കുക. ജയിലിൽ കിടക്കുന്ന അപ്പോസ്തലന്മാർ പിറ്റേ ദിവസം രാവിലെ മാലാഖയുടെ അടുത്ത ഇടപെടലിലൂടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ്. മാലാഖ വന്ന് ജയിലിന്റെ കാവൽ തുറക്കുന്നവർ പുറത്തിറങ്ങി പോകുന്നു. അത് ദേവാലയത്തിൽ പ്രസംഗിക്കുന്നു. പിറ്റേ ദിവസം 10 മണിയായപ്പോഴാണ് ഓഫീസ് സ്റ്റേജ്. 10 മണിയായി കാണുമ്പോഴേക്കും ഇവര് ജയിലിൽ കിടക്കുന്നവരെ മുൻകൂർ വരെ പറയാം, വിസ്തരിക്കാൻ വേണ്ടിയാണ്. എന്നൊക്കെ ജയിലിൽ ആരുമില്ല, ജയിലൊക്കെ പൂട്ടിയിട്ടിരിക്കുക. കാവൽക്കാരൊക്കെ ഇറങ്ങിയത്, പക്ഷേ ആളില്ല. അപ്പോഴൊരു വാർത്ത വെക്കുന്നത് അവരെല്ലാവരും ജെറുസലേം ദേവാലയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് മനസ്സിലായി ഇവരെ എഴുതുന്ന ബലവും പഴക്കം ഉണ്ടാക്കാനൊക്കെ അവർക്ക് മയത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ വിസ്തരിക്കുകയാണ്. പത്രോസ് പറയുകയാണ്, ചോദിക്കുകയാണ്. അവരെ കൊണ്ടുവന്ന് ന്യായാധിപസംഘത്തിൽ ഒന്ന് നിർത്തി. മഹാപുരോഹിതൻ അവരെ ചോദ്യം ചെയ്തു, ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നില്ലേ? എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ദിവസവും നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ കൊണ്ടുവരാൻ നിങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെയും അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന നസറായനായ യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നായകനും രക്ഷകനുമായി തൻ്റെ വലത്തുഭാഗത്തെ ഉയർത്തി. ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. പത്രോസ് 4-ാമത്തെ പുസ്തകവും മനസ്സിലായി. ഈശോ കർത്താവും ദൈവവുമാണ് എന്ന് പ്രഖ്യാപിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയൊരു രക്ഷയില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ അപ്പോസ്തലന്മാരെ വിളിച്ചു വരുത്തി പഠിച്ച ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ച് പോകരുത് കൽപ്പിച്ച് വിട്ടയച്ചു. ഈ 5-ാമത്തെ പുസ്തകം, പത്രോസിന്റെ 5-ാമത്തെ പുസ്തകം കുറെ വൈകിയാണ്. അത് കൊർന്നേലിയൂസ് എന്ന് പറയുന്ന വിജാതീയനായ മനുഷ്യനെ വിട്ടു. അവിടെയും പത്രോസ് പറയുന്ന വാക്ക് തന്നെയാണ്, അവർ അവനെ മനസ്സ് തൂക്കിക്കൊന്നു, ദൈവം അവനെ 3-ാമത് സുരക്ഷിച്ചു. ഞങ്ങളുടെ സാക്ഷികളാണ്. ഈ ഒരു ബോധ്യമാണ് പത്രോസിനെ 3-ാമത്തെ വായന കേട്ടു. തബീത്ത എന്ന സ്ത്രീ നല്ല സുഖസമ്പന്നയായ സ്ത്രീയായിരുന്നു. അവർ മരിച്ചപ്പോൾ ശിഷ്യന്മാരെന്താ ചെയ്യുന്നത്? പത്രോസിനെ പറ്റി ഉപയോഗിക്കുകയാണ്. പത്രോസ് ഓടി വരുന്നു. ആ സ്ത്രീയെ മൃതദേഹത്തിന് മുമ്പിൽ പത്രോസ് ഒറ്റയ്ക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ശേഷം തബീത്ത എഴുന്നേൽക്കുക എന്നൊരു കൽപ്പന. അത്ഭുതപ്പെട്ടു. സാധാരണ മനുഷ്യനായ പത്രോസ് മൃതശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് എഴുന്നേൽക്കാൻ പറയുമ്പോൾ മരിച്ചുപോയ ആ സ്ത്രീ എഴുന്നേറ്റിരിക്കുന്നു. പത്രോസിന്റെ ജീവിതം മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. പത്രോസ് എപ്പോഴും യേശു ക്രിസ്തുവിനെ സകല മഹത്വവും കൊടുത്ത് എല്ലായ്പ്പോഴും ഈശോയിലേക്ക് സംബന്ധിക്കുകയാണ്. വേണമെങ്കിൽ ആ ജെറുസലേം നിർമ്മാണത്തെ കുറിച്ച് തളർന്നു കിടക്കുന്ന മനുഷ്യനെ പത്രോസ് എഴുന്നേൽപ്പിച്ചപ്പോൾ ജനം മുഴുവൻ പത്രോസ് ഒരു ദേവനാണെന്ന് ചുറ്റിപ്പോയി. പത്രോസ് ദേവനോച്ചാണ് ചുറ്റിപ്പോയി. വേണമെങ്കിൽ പത്രോസിന് അവിടെ വേണമെങ്കിൽ അവിടെ ബഹുമാനവും പ്രശംസയും ഒക്കെ തിരിച്ചു പറ്റാൻ പറ്റില്ല. പക്ഷെ പത്രോസ് എന്താ പറയുന്നത്? നിങ്ങൾ കുരിശി തറച്ചു കൊടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെയാണ് ഇവ കേൾക്കുന്നത്. ഇവിടെ ക്രൈസ്തവ ജീവിതത്തിന്റെ തത്വം, കേന്ദ്രതത്വം എന്താണ്? യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏക ആശ്രയം. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. സാധാരണ ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ആശ്രയം എവിടെയാണ്? അവൻ്റെ എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്. സുരക്ഷിതത്വം നമുക്ക് ഏറ്റവും വലിയ പ്രഭാവം എന്താ? സുരക്ഷിതത്വം നമ്മൾ തന്നെയാണ് കിട്ടുന്നത്. വലിയ വിശ്വാസത്തിന് നേരെ ഘടകവിരുദ്ധമാണ്.
ഈ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ നടന്ന വിവേകാനന്ദ കോൺഗ്രസിൽ വിശ്വാസത്തിൻ്റെ മഹത്വം വിളിച്ചുകൊണ്ടിയൊരു മഹാസമ്മേളനമായിരുന്നു. 5 ദിവസം നീണ്ട സമ്മേളനം. വിശുദ്ധ കുർബാന ധ്യാനം. അതിൽ സാക്ഷ്യം പറഞ്ഞത് ഒരാൾ നമുക്ക് ശ്രദ്ധേയമാണ്. 330 ദിവസം ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തിൽ 330 ദിവസം താമസിച്ച ഒരു കത്തോലിക്കൻ, ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. 330 ദിവസം അദ്ദേഹം ഭൂമിക്ക് പുറത്തായിരുന്നു, ബഹിരാകാശത്തായിരുന്നു. 13 മണിക്കൂറുകൾ ആ ബഹിരാകാശ പേടകത്തിന് പുറത്തതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്ന കാരണം അദ്ദേഹം എങ്ങനെ ധൈര്യപൂർവ്വം അവിടെ കഴിഞ്ഞു വിടുന്ന അദ്ദേഹം ഉത്തരം അദ്ദേഹം പരിശുദ്ധ കുർബാന അദ്ദേഹത്തിൻ്റെ ഈ സ്പേസ് ഷൂട്ടിനകത്ത് പരിശുദ്ധ കുർബാന സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രൂപതാധ്യക്ഷൻ്റെ അനുവാദം അറിയിച്ചുകൊണ്ട് സാധാരണ കുർബാന വൈദികർക്ക് ഉള്ളടക്കം പറഞ്ഞു. ഇതൊരു അൽമാനാണ്. പക്ഷെ അദ്ദേഹം ഈ ബഹിരാകാശ യാത്രികനുണ്ട്. മറ്റ് അദ്ദേഹം പറയും, എൻ്റെ കൂടെയുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും എന്നൊക്കെ വളരെ പ്രഗത്ഭനും വലിയ സമ്പന്നരുമാണെങ്കിലും അവരിലൊന്നും അല്ലായിരുന്നു എൻ്റെ ആശ്രയം. എൻ്റെ ആശ്രയം എൻ്റെ തോട്ടത്തിലിരിക്കുന്ന ഈശോയാണ്. ഹല്ലേലൂയ. മനുഷ്യചരിത്രത്തിൽ വലിയ കേൾക്കാത്ത കാര്യങ്ങൾ പറയും. 330 ദിവസം, ഒരു വർഷത്തോളം ഭൂമിക്ക് പുറത്ത് ഇരിക്കാൻ പറ്റിയ സാധാരണ നമ്മൾ വെച്ചു. ആ ഭൂമിക്ക് പുറത്ത് ജീവിക്കാനുള്ള സംവിധാനമാണ് ആ സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ അതിനൊക്കെ തന്നെ പുറത്തിറങ്ങി മനുഷ്യമാർക്കല്ലേ. അദ്ദേഹം ആ 60,000-ഓളം പേരാണ് ആ കൺവെൻഷൻ പങ്കെടുത്തത്. പക്ഷേ ജനകോടികൾ കേട്ടിട്ടുണ്ട് പ്രസംഗിപ്പോൾ ഇന്റർനെറ്റിലൂടെ. അദ്ദേഹം എന്ത് ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത്. ഞാൻ പഠിച്ച ശാസ്ത്രം അല്ല, ശാസ്ത്രത്തിലല്ല ഞാൻ ആശ്രയം വെച്ചത്, സ്പേസ് ഷട്ടിലിന്റെ ആ കഴിവിലല്ല ഞാൻ ആശ്രയം വെച്ചത്. എനിക്ക് വേണ്ടി കുരിശിൽ മനുഷ്യ ഉയർത്തെഴുന്നേറ്റ ലോകരക്ഷകനായ ഈശോയിലാണ് ആശ്രയം വെച്ചത്. ഈശോയിലുള്ള വിശ്വാസം മണ്ടന്മാരുടെയും പൊട്ടന്മാരുടെയും വ്യക്തികളുടെയും ലക്ഷണമല്ല. ബുദ്ധിമാന്മാരും ജ്ഞാനികളും കഴിവുള്ളവരും അറിവുള്ളവരും ഈശോയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പോകും. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ പറ്റി നമ്മൾ അഭിമാനിക്കണം. ഇവിടെ ഈ ആന്തരിക സൗഖ്യ ധ്യാനം നടക്കുമ്പോൾ 4 ദിവസം ധ്യാനത്തിൽ അവസാന 2 ദിവസങ്ങൾ ഭയങ്കര ഒരു ഉല്ലാസ ഉത്സവമാണ്. ധ്യാനം കൂടുതൽ എല്ലാവരും പൂർണ്ണമായ പുരസ്കാരം വഴി സമ്പൂർണ്ണ വിശുദ്ധീകരണം വായിച്ചു കഴിയുമ്പോൾ മാലാഖമാരെ പോലെ ഹൃദയശുദ്ധിയുള്ളവരായി. പിന്നെ ഈ 2 ദിവസം മുഴുവനും ദിവ്യകാല യേശുവിന്റെ മുമ്പിൽ ആനന്ദ നൃത്തമാടി ആരാധിച്ചും പാടിപ്പോയി സൂചിച്ചു വന്നിരിക്കും. കർത്താവ് ഈശോയുടെ മുമ്പിൽ ചെലവഴിക്കുന്ന മണിക്കൂറുകൾ ഒരു സ്വർഗീയ ആനന്ദത്തെ നിലാപിക്കുന്നു. നമുക്ക് ഇവിടുന്ന് പോകണ്ട എന്ന് തന്നെ പ്രധാനം സാക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് ഉള്ള വസ്തുവകളിലോ സ്വത്തുക്കളിലോ നമ്മുടെ സാമ്പത്തിക ഭദ്രതയിലോ വയ്ക്കാൻ പാടില്ല. അങ്ങനെ വയ്ക്കുമ്പോൾ വിധിയാണ്, അത് പെട്ടെന്ന് അച്ചപ്പെടാൻ കഴിയും. ഇപ്പൊ ജോബിനെ പറ്റി വേദപുസ്തകം പറയുന്നത് ജോബ് പൗരുഷദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ലോകത്തെ 2ആയി തിരിക്കാം, പൗരസ്ത്യവും പാശ്ചാത്യവും. പകുതി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആയിരുന്ന ജോബിന് അതെല്ലാം നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. 10 മക്കളും കെട്ടിട ഇടിഞ്ഞുകൊണ്ട് അക്ഷരം മരിക്കുന്നു. സമ്പത്ത് മുഴുവനും അവിചാരിതമായി നഷ്ടപ്പെട്ടു പോകുന്നു. നല്ല ആരോഗ്യമുണ്ടായിരുന്ന ജോബിന്റെ ശരീരം കുഷ്ഠം നിറയുന്നു. ജോബ്
ഇതിലൊന്നിനും ആശ്രയം കണ്ടെത്തിയില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം കടന്നു പോകുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കെന്താണ്? ദൈവത്തിന് സ്തോത്രം. നമ്മളെപ്പോഴും പ്രൈസുകൾ പറയുമ്പോൾ ശീലിച്ചിങ്ങനെ പറയണം. അപ്പോൾ അർത്ഥമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞല്ല. അർത്ഥമുണ്ടാകല്ല. അതായത് അപ്പോഴും ജോബ് സർവത്തിനും ആശ്രയിക്കുന്ന ദൈവത്തിനാണ്. അപ്പോൾ കർത്താവ് പഴയ പുസ്തകത്തിൽ പറഞ്ഞൊരു വാക്കാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്താണ്? ആരാണ് ആത്മാവിൽ ദരിദ്രർ? ആശ്രയം തന്നിൽ ഒട്ടും വയ്ക്കാത്തത്, തന്നിൽ തന്നെ ആശ്രയം വയ്ക്കാനാണ് ലോകം നമ്മളെ ഉദ്ദേശിച്ചത്. സെൽഫ് സഫിഷ്യൻസി വാക്കുണ്ട് ഇംഗ്ലീഷ്. എനിക്കെല്ലാം സാധിക്കും, ഞാൻ സാധാരണക്കാരനല്ല, എനിക്കെല്ലാം കഴിവുമുണ്ട്. വിശ്വാസം പറഞ്ഞ് മറിച്ചാൽ നമുക്കൊന്നും സാധിക്കുന്നുണ്ട്. അത് ഈശ പറയുന്നുണ്ട്, എന്നെ കൂടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ അമേരിക്കയിൽ വെച്ച് പള്ളിയിൽ വിശ്വസിക്കുന്ന കുട്ടികളുടെ സ്കൂളുണ്ടല്ലോ, കുട്ടികൾക്ക് ഉല്ലാസമുണ്ട്. കുട്ടികൾ പോലെ എഴുതി വെച്ചിരിക്കുക ഒരു വാക്യം, യു ക്യാൻ ഡു എവരിതിങ് ബൈ യുവർ ഓൺ. നിന്റെ സ്വന്തം കഴിവുകൾ നിനക്ക് എല്ലാം സാധിക്കും. കാത്തലിക് സ്കൂളാണ്. എൻ്റെ പ്രിൻസിപ്പളെ വിളിച്ച് ശാസിച്ചു, മതാകാരം ഇവിടെ അത് തെറ്റാണ്, തെറ്റാണ്. അല്ല, പിള്ളേർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല. പിള്ളേർക്ക് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ല. ഞാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞത് ക്രിസ്തീയ സ്കൂളാണെങ്കിൽ തിരുത്തിയേ പറ്റും. സുവിശേഷം അവർ മറിച്ച എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ലോകം നമ്മൾ അറിയാതെ തന്നെ ലോകം ഇങ്ങനെ നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുക, തെറ്റടിച്ചുകൊണ്ടിരിക്കുക. നിനക്കെല്ലാം സാധിക്കും, നിനക്കെല്ലാം സാധിക്കും, നീ കഴിവിട്ടാളാ, നീ മിടുക്കനാ, നീ കേരളനാ, നിനക്കെല്ലാം പറ്റും, നിനക്കെല്ലാം പറ്റും. പറ്റുന്നപ്പോൾ ക്രിസ്തുവിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാൽ, ഈശോയുടെ കൃപയാൽ, ഈശോയുടെ സഹായത്താൽ. നമ്മൾ പറയാം ഈ കുട്ടികൾക്കൊക്കെ പ്ലസ് ടു കിട്ടുമ്പോൾ നമ്മൾ ഫ്ലക്സ് ചെയ്യും. ഇതെന്നെ എഴുതിയിരിക്കുന്നത് എൻ്റെ മകന് പ്ലസ് ടു കിട്ടും, എൻ്റെ മകൻ പ്ലസ് ടു കിട്ടും. എന്താണ് വിളിച്ച് പറയുന്നത്? പ്ലസ് ടു കിട്ടുന്നത് ശരിയാണ്, അത് യാഥാർത്ഥ്യ. അത് എങ്ങനെ കിട്ടി? അവൻ്റെ മിടുക്കുകൊണ്ട്, അവൻ്റെ കഴിവുകൊണ്ട്, അവൻ്റെ പ്രാപ്തി കൊണ്ട്, അവൻ്റെ അധ്വാനം കൊണ്ട്, അവൻ്റെ പരിശ്രമം കൊണ്ട്. ശരിയാ, അവൻ അധ്വാനിച്ചു, അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, അത് ശരിയാ. പക്ഷേ ദൈവത്തിന്റെ കരുണയാലും കൃപയാലുമാണ് സത്യം നമ്മൾ അറിയാതെ മറച്ചു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തെ പ്രഘോഷിക്കുന്നില്ല. 10 വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെറുസലേം ദേവാലയത്തിൽ കവാടത്തിൽ കിടന്ന ജന്മനാ മുടന്തനെ ഒറ്റ വാക്കുകൊണ്ട് പത്രോസ് എഴുന്നേൽപ്പിച്ചു. പത്രോസിനെ എല്ലാം ക്രെഡിറ്റ് എടുക്കാൻ നല്ല മാത്രം സാഹചര്യമായിരുന്നു. പക്ഷെ പത്രോസ് പറയാണ്, നിങ്ങൾ എന്തിനാ ഞങ്ങളെ കുട്ടികൾ നോക്കുന്നത്? ഞങ്ങളുടെ എന്തോ സാമർത്ഥ്യം കൊണ്ട് കഴിവോട് ചെയ്യുന്ന ഒട്ടും യേശുവിന്റെ നാമത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസം. നമുക്ക് എന്താ രണ്ടുപേരും സർവോപധികാരിയും രക്തസ്രാവക്കാരി സ്ത്രീയും ഈശോയുടെ മുമ്പിൽ വിശ്വാസം എടുത്ത് പറയുകയാണ്. രണ്ടുപേരും നിസ്സാര പ്രശ്നമല്ല. യായിറൂസിന്റെ മകൾ മരിച്ചു തുടങ്ങി, മരിക്കാനായി. ആ മനുഷ്യൻ യഹൂദനായിരിക്കും തന്നെ യേശുവിന്റെ അടുത്ത് ഈശോ വിശ്വാസം അർപ്പിക്കുകയാണ്. ഈശോ വന്നാൽ രക്ഷപ്പെടും. വഴിക്ക് വെച്ച് അറിയുകയാണെങ്കിൽ കുറച്ച് മരിച്ചുപോയി, എന്തിനാ വീട്ടിലോട്ട് വരുന്നത്? അപ്പോൾ ഈശോ പറയുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, കൊച്ചു രക്ഷപ്പെടാം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കെ വിശ്വസിക്കുന്നതാണ്. വിശ്വസിക്കാൻ എന്തെങ്കിലും സാധ്യത ഉള്ളപ്പോൾ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിന് മാറ്റ് കുറവായി. വിശ്വസിക്കാൻ ഒരു സാധ്യതയില്ലാതിരിക്കെ ഈശോയിൽ വിശ്വസിക്കാമെങ്കിൽ അതാണ് ഈശോയ്ക്ക് ഏറ്റവും പ്രിയകരമായ വിശ്വാസം. അതാണ് യായിറൂസിന്റെ ഇതുപോലെ വേറൊരു സംഭവം ബൈബിൾ വായിക്കുന്നുണ്ട്. ശതാധിപൻ പറയുന്നതായിട്ട്. ശതാധിപൻ എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരനാണ്. അയാൾ ഒരു വിജാതീയനാകാനാണ് സാധ്യത. അയാൾ യേശുവിന്റെ അടുത്തെന്ന് പറയുകയാണ്, അയാളുടെ വൃത്തിയിൽ സുഖമില്ലാതെ കിടക്കുക. അപ്പൊ ഈശോ പറയാം, ഞാൻ അങ്ങോട്ടും സുഖപ്പെടുത്താം. അപ്പോൾ അയാൾ എന്താ പറയുന്നത്? കർത്താവേ, അങ്ങ് വരണ്ട, കാരണം അങ്ങ് അധികാരമുള്ളവനാണ്. അങ്ങ് ഇവിടെ നിന്നൊരു വാക്ക് മിണ്ടിയാൽ മതി, ദൂരെ എൻ്റെ വീട്ടിൽ കിടക്കുന്ന
സുഖപ്പെട്ടുള്ളൂ. ഈശോയുടെ നാമം പറഞ്ഞു. ഈശോയുടെ അധികാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഈശോ ഒരു തീരുമാനിച്ചാൽ മതി, ഒരു വാക്ക് ഈശോ വെട്ടിയാൽ മതി, സുഖപ്പെട്ടുള്ളൂ. അപ്പൊ ഈശോ പറയുന്ന വാക്കുണ്ട്, ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇതുപോലെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന അത്ഭുതം ഈ വിവരങ്ങൾ നടക്കുമ്പോൾ അവസാന ദിവസം രോഗശാന്തി പ്രാർത്ഥന. അപ്പൊ ഈ ചെറുപ്പക്കാര് വളരെ നല്ല ആരോഗ്യമുള്ളവരാണ്, പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല. അവരൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥന വീട്ടിലിരിക്കുന്നവരെ അപ്പോഴും വയ്ക്കുന്നത് തൽക്ഷണ സൗഖ്യം നൽകുന്നതായി അവർ തന്നെ കൊണ്ട് പറയും. സാക്ഷ്യത്തെ അവസാനം സാക്ഷ്യപ്പെടുത്തി പറയുന്നതിനാണ്, എൻ്റെ അമ്മയ്ക്ക് എത്ര കൊല്ലങ്ങളായി രോഗം ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനും ഉണ്ടായില്ല, ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയുടെ ആ രോഗം സുഖപ്പെടുത്തിയത് ഈശോ എന്നോട് ബോധിപ്പിച്ചു. ധൈര്യപൂർവ്വം പറയുക. ഇതാണ് കടയില്ലാത്ത വിശ്വാസം. നമുക്ക് എന്നാ തെളിവിരിക്കുന്നത്? ഈശോ വീട്ടിൽ പോയപ്പോൾ അമ്മ സുഖപ്പെട്ടത് നോക്കി കൊച്ചിന് യാതൊരു തെളിവില്ല. പക്ഷെ അവർക്ക് ധൈര്യം കർത്താവ് അനുഭവിച്ചാണ് കർത്താവ് അമ്മയെ സുഖപ്പെടുത്തില്ല, അമ്മയെ സുഖപ്പെടുത്തി. ഈശോയുടെ വിശ്വാസം നമ്മുടെ വിചാരം നമുക്ക് എല്ലാം കഴിയുന്നതല്ല. ഈശോയുടെ വിശ്വാസം വർദ്ധിക്കാനുള്ള ആഗ്രഹിക്കുന്നത് അപ്പോസ്തലന്മാർ ലൂക്കായുടെ സുവിശേഷം 17:5 ഒരു പ്രാർത്ഥനയുള്ളത് ഇങ്ങനെയാണ്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, ഇതെന്തെങ്ങനെ ഈ കടപ്പുറത്ത് വെച്ച് യേശുവിനെ കണ്ട ഉടനെ വഞ്ചിയും മലയും ഉപേക്ഷിച്ച് വീട്ടുകാരെ ഉപേക്ഷിച്ച് യേശുവിന്റെ പറയുമ്പോൾ വിശ്വാസമില്ലാണ്ടാണ്. ഈ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും കുടുംബക്കാരാണ്. അവരുടെ കുടുംബത്തെ തന്നെ മാറ്റി വെച്ചിട്ട് യേശുവിന്റെ പുറകെ ഭക്ഷണം കിട്ടാനില്ല, കിടക്കാൻ സ്ഥലമില്ല, പട്ടിണി എന്നും പട്ടിണി, എല്ലാ വഴിക്കുന്നതിൽ കിടക്കണം. പിന്നെ സമൂഹത്തിൽ പ്രധാനികളാണ് പരിസര നിയമത്തിലും ഈശോയെ തെറിയെ പറയുള്ളൂ. ഇങ്ങനെ നടക്കുന്ന യേശുവിന്റെ പുറകെ നടക്കുന്ന ഇവർക്ക് ഇനി എന്താ വിശ്വാസം വേണം? അവർ പറയാ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം അപസ്മാര ബാലനെ സുഖപ്പെടുത്തി ശിശുമാർക്ക് പറ്റാതെ പോയില്ല, നടക്കണ്ടായി പോയി. വീട്ടിൽ ഈശോ എന്ത് പറ്റി? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈശോ അതിന് അധികാരം കൊടുത്തിരുന്ന. അപ്പോൾ ഈശോ പറഞ്ഞ മക്കൾ നമുക്കറിയാം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ശിഷ്യന്മാരെ കർത്താവ് ഉറപ്പിച്ചു കൊടുക്കും, നിങ്ങൾക്ക് വിശ്വാസം കുറവാണ്. ഇവിടെ നമ്മൾ ചോദിച്ചെടുക്കേണ്ട വാങ്ങിച്ചെടുക്കേണ്ട വലിയൊരു കാര്യമില്ല. കർത്താവ് നമ്മുടെ ധാരണ നമുക്ക് വിശ്വാസം ഉണ്ടെന്നാണെങ്കിൽ നമ്മളിങ്ങനെ എന്തും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വിശ്വാസം മതിയായ വിശ്വാസം ഉണ്ടെന്നാണ് നമുക്ക് ധാരണയെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് ഒരു മാറ്റം നമ്മളോടാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എന്നാണ് നിലനിൽക്കുന്നത്. വിശ്വാസം ഈശോയുടെ മതിയായ വിശ്വാസത്തിൽ വരുമ്പോൾ പത്രോസിനെ പോലെ നമുക്ക് അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം കൃപതരും. എല്ലാവരെയും യേശുക്രിസ്തുവിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും. പത്രോസിന്റെ വാക്കും പ്രവൃത്തിയും ആദിമസഭയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000-ഓളം പേർ, അത് മിക്കവരും കർത്താവിന്റെ ശത്രുക്കളായിട്ടാണ് ഒരു വിശ്വാസം സ്വീകരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടാകട്ടെ, ഈശോയുള്ള എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത് നമുക്ക് അനുഭവിച്ച് പ്രാർത്ഥിക്കണം. മാത്രമല്ല, നമ്മൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വന്ന് നമുക്ക് വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിൽ ഉയരണം. നമുക്ക് വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിൽ ഒരുപാട് വളരേണ്ടിട്ടുണ്ട്. അനേകം പേരെ കർത്താവിലേക്ക് നയിക്കുന്ന വ്യക്തികളാണ് ക്രൈസ്തവരുടെ പ്രത്യേകത. ഇത് മറ്റ് മതസ്ഥരും തമ്മിൽ നല്ല വ്യത്യാസം കാണുന്നത്. എല്ലാവരും അവരുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടതെല്ലാം ചോദിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം നേരെ കണ്ടുപിടിക്കുന്നതാണ്. യേശുക്രിസ്തുവിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ആയിഷ പറയുന്നത്, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട്
ഞാൻ ചെയ്തതിലേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട്, അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തതിലും ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? യേശു നടന്നു പോയപ്പോൾ യേശുവിന്റെ നിഴലിൽ വീണ ചെന്ന് വീണ രോഗികൾ സുഖപ്രാപിച്ചായിട്ടും കഴിക്കും. പത്രോസ് നടന്നു പോയപ്പോൾ പത്രോസിന്റെ നിഴലിൽ വീണ രോഗികൾ സുഖപ്രാപിച്ചിരിക്കും. അപ്പോൾ ഈശോയിലുള്ള നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് എത്രയോ പേരെ രക്ഷയിലേക്ക് നയിക്കാൻ സാധിക്കും. വിശ്വാസം മൂലം കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പൗലോസിന്റെ ഉറപ്പേറിയ ബോധമാണ്. ഈശോയ്ക്ക് നേരെ ഘടകവിരുദ്ധമായി ചിന്തിച്ചിരുന്നതാണ് പൗലോസ്. ഈശോയുടെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഓടി നടന്നവരായിരുന്നു അദ്ദേഹം. പിന്നീട് ഈശോ ആരാണ് മനസ്സിലാക്കി പറഞ്ഞ വാക്ക് കേട്ടോ, വിശ്വാസം വഴി കൃപയാൽ എന്നാൽ രക്ഷപ്പെടാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കാം. എന്താണ് വിശ്വസിക്കേണ്ടത്? ഈശോയാണ് സത്യദൈവം. ഈശോയിലൂടെ മാത്രമേ ലോകത്തിൽ രക്ഷ കൈവരികയുള്ളൂ. ഈശോ എല്ലാവരെയും പൂർണ്ണമായും സമഗ്രമായും സ്വതന്ത്രനാക്കും. കണ്ടുകാലം ശ്രമിച്ചുകൊണ്ട് സഭയുടെ ഏറ്റവും വലിയ വിശ്വാസത്തിൽ ഈശോയാണ് സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവം. ഈശോയാണ്